സ്വാമി, അതെന്റെ പാറുമായിരിക്കോ? അതൊന്നും എനിക്കറിയില്ല. ഒരാൾ നിന്റെ മുമ്പിൽ നിന്ന് മാറും, മാറിയേ ഒക്കൂ. അപ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, അതല്ലായിരുന്നു നിന്റെ പെണ്ണെന്ന്. അത് മനസ്സിലായിക്കോളാം. പക്ഷെ ഇത്രയും അറിവുള്ള ഒരാൾക്ക് ഏത് പെണ്ണാ പോന്നേന്ന് പറയാൻ കൂടി കഴിവില്ലേ? ഇല്ല, കഴിയുന്നില്ല. ആരോ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ഇതാ ഇതിന്റെ കുഴപ്പം. മനുഷ്യൻ ഇതൊക്കെ കേട്ട് ആകെ ത്രില്ലടിച്ചിരിക്കുമ്പോഴാ ഒരു മറച്ചില്. ഇതാരുടെ കണ്ടുപിടിച്ച കാലം തൊട്ടേ ഇങ്ങനെയായിരിക്കണമല്ലേ? അല്ല, അതെല്ലാം ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ ഇനി പെണ്ണാരാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല? ഇല്ല. ഒരു ക്ലൂ പോലും ഇല്ല? ഇല്ല. ശരി, അപ്പൊ ഞാൻ ഈ സ്വാമിയെ കുറിച്ച് ചോദിക്കാം. ഹാവാം. ഞങ്ങളെ കയ്യിൽ നിന്ന് ഈ പണമൊന്നും വാങ്ങാണ്ട് എങ്ങനെയാ സ്വാമി ജീവിക്കുന്നത്? കണ്ണിക്കണ്ട ജോലിയൊക്കെ ചെയ്യും, കിട്ടുന്നതിന് ഭക്ഷണം വാങ്ങി കഴിക്കും, അത്ര തന്നെ. എന്താ, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് നല്ല കാര്യ. പക്ഷെ സ്വാമി കുറച്ചെങ്കിലും പൈസ വാങ്ങണ്ടേ? വേണ്ട, അത് മാത്രം വേണ്ട. കാരണം ഈ സിദ്ധി നമുക്ക് കിട്ടിയപ്പോഴേ നാം തീരുമാനിച്ചതാണ് പ്രവചനങ്ങളിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങില്ലെന്ന്. സത്യം പറഞ്ഞ ഞങ്ങളുടെ മാർഗദർശിയായ അങ്ങ് അല്പം പണം മേടിക്കണേൽ തെറ്റില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അമ്പലങ്ങളും പള്ളികളും പണം സംഭാവനയായി വാങ്ങുന്നത് നിലനിൽപ്പിനായിട്ടല്ലേ. പിന്നെ അങ്ങേക്ക് എന്തുകൊണ്ട് പൈസ വാങ്ങിച്ചൂടാ? ശരിയാണ്, പക്ഷേ അത് വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. ഏതായാലും താങ്കളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ശരിയായി വരുന്നുണ്ടല്ലോ. ശരിയാ സ്വാമി, പറഞ്ഞതൊക്കെ അച്ചട്ടാ. മതി, ഈ അംഗീകാരമാണ് നമുക്ക് ആവശ്യം. മറ്റൊരർത്ഥത്തില് മാർഗദർശികളായ അധ്യാപകര് നിലനിൽപ്പിനല്ലേ പണം വാങ്ങുന്നത്. അതെ, അങ്ങേക്കും വാങ്ങിച്ചൂടെ പണം? ഇങ്ങനെ കണ്ണ് കണ്ട ജോലിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിയാണ് നീ പറഞ്ഞത്. ആ അർത്ഥത്തിൽ അത് വളരെ ശരിയാണ്. നീ എന്റെ കണ്ണ് തുറപ്പിച്ചു മോനെ. എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഇനി പണം വാങ്ങുകയാണ്. അതിന്റെ തുടക്കം നിന്നിൽ നിന്ന് തന്നെയാകട്ടെ. തന്നോളൂ. എന്ത്? ദക്ഷിണ 100 രൂപ. അയ്യോ, എന്റെ അടുത്ത് 10 രൂപയേ ഉള്ളൂ. 10 രൂപ? അതെ, ശരി. എന്നിട്ടാണോ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? കയ്യിൽ 10 പൈസ ഇല്ലാതെ ഇറങ്ങിക്കോളൂ. എന്നാൽ ഈ കൊച്ചാപ്പ ഇപ്പൊ എവിടുന്ന് വന്നു? ഞാൻ പണ്ട് സാറോട് പറഞ്ഞിട്ടില്ല, പുള്ളി ദുബായിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നു. എന്നാൽ ഹിഷാം വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചതല്ലേ? ഞാൻ വീട്ടിൽ പറഞ്ഞു, ചെറുതായിട്ടൊന്ന് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ കൊച്ചാപ്പ് വന്നിട്ട് എല്ലാം കൊള്ളു. എന്നാലും ഹിഷാമിന്റെ പേരൻസ് അടുത്ത് ഒന്നും കൂടി പറഞ്ഞു നോക്കിയാ പോരെ? അവരുടെ സമ്മതല്ലേ നമുക്ക് വലുത്. കൊച്ചാപ്പൊക്കെ കുടുംബത്തിലുള്ള വില പാറുവിന് അറിയാഞ്ഞിട്ട് പുള്ളി വേണ്ടാന്നൊന്ന് പറഞ്ഞാ പിന്നെ അതിനപ്പുറത്തേക്ക് ആരും പോകത്തില്ല. നമുക്ക് അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ നോക്കിയിട്ട് ആകെ ഒരു വഴിയേ ഉള്ളൂ. അത് ഞാനോട് പറഞ്ഞിട്ടുള്ളതാ. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. സാറാ, നീ എന്നോട് ഇറങ്ങി വരിക എന്നല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നീ എന്താണ് പറയുന്നത് ഹിഷാം? എല്ലാം ഒറ്റയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് വരാന്നുള്ള കാര്യം പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് സാർ ഇറങ്ങി വരേണ്ട കാര്യം എന്താണ് ഹിഷാം? പാറു, നിനക്ക് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാ. കൊച്ചാപ്പി ഇപ്പൊ എനിക്ക് വേറെ കല്യാണം ആലോചിച്ചിരിക്കുക. മിക്കവാറും 1 മാസം കൊണ്ട് കല്യാണം നടക്കും. ഇപ്പൊ ഇവളെ എന്നെ കൂടി ഇറങ്ങി വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, വേറൊരു മതത്തിലുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് ഉപ്പാപ്പ തീർത്തു പറഞ്ഞു. നീ പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. സി, ഞാൻ പറഞ്ഞിരുന്നു മാരേജിന് പ്രിപ്പയർ അല്ലാന്ന്. ആൻഡ് റോജൻ എന്നെ വിശ്വസിച്ച ഈ കോഫി ഷോപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഇവരൊക്കെ വിട്ടിട്ട് വരാന്നുള്ള കാര്യം നീ എന്താണ് പറയുന്നത് ഇഷ? സാറാ, നീ എന്താ പറയുന്നത്? അപ്പൊ ഞാനൊന്നും ഉപേക്ഷിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? എനിക്കല്ലേ നഷ്ടങ്ങൾ? അതാ പറഞ്ഞത്, നമുക്ക് വേറെ വല്ല വഴി. വേറെ ഒരു വഴിയില്ല. ഒന്നെങ്കിൽ നീ എന്നെ കൂടി ഇറങ്ങി വരിക, അല്ലെങ്കിൽ നീ എന്നെ മറക്കുക. ഹിഷാമിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷെ സാറി കുറച്ചുകൂടി സമയം കൊടുത്തൂടെ? അതെ ഹിഷാം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്ത് ചെയ്യും? ശരി സാറാ, നിനക്ക് അടുത്ത ആഴ്ച വരെ സമയം തരാം. ഞാൻ വരും. എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്ത് സീന്? അവരെന്തെടുക്കുവാടോ അവിടെ? ടോണി ഈ മുറിയിൽ അനുവിന്റെ ഓർമ്മയായിട്ടിരിക്കുന്നുണ്ട്. മറ്റവൾ അവിടെ ഹിഷാമായിട്ട് തല്ലുപിടിക്കുക ഫോണില്. ഈ വീടിനുണ്ടല്ലോ, പ്രേമഭവൻ എന്ന പേരിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ടോണിയുടെ മാഡം അവനവളുടെ ബാംഗ്ലൂർ നമ്പർ കൊടുത്തോ? ഇല്ല,
അവര് കരുതിയത് അവൻ ബാംഗ്ലൂർ കമ്പനിയിൽ ജോലി ട്രൈ ചെയ്യാൻ വിളിച്ചതാണെന്ന്. അത് വലിയ കഷ്ടമായി പോയി. എന്നാൽ ആ തടിയെ നീരജ് ടോണിനോട് കാണിച്ചത് കൊലച്ചതിയായി പോയി. അത് അവൻ അറിഞ്ഞോണ്ടല്ലാന്ന് പറഞ്ഞില്ലേ? അറിഞ്ഞോണ്ടായാലും അറിയാതെ ആയാലും അവർ തമ്മിലുള്ള ഇഷ്ടം അറിയാതെ പോയത് ആ തടിയെ നീരജ് കാരണല്ലേ? അത് ശരിയാ. എന്തായാലും എനിക്ക് അവനൊന്ന് കാണണം. ഇപ്പൊ കാണണ്ട, അവൻ വല്ലാത്തൊരു ഉന്മാദ ലഹരിയില. ചില സിനിമയിലൊക്കെ പ്രേമനൈരാശ്യം വന്ന് കഞ്ചാവൊക്കെ അടിച്ചിരിക്കുന്ന ഇരിപ്പില്ല അവൻ ഇരിക്കുന്നത്. ഇപ്പൊ പോണ്ട. ഛേ, ഞാൻ പറഞ്ഞത് ടോണീനെ കാണണമെന്നല്ല, നീരജിനെ കാണണമെന്നാ. ഓ, ആനെ കാണാൻ പോകുന്ന കാര്യമാണോ? നാളെ തന്നെ പോയി കളാട്ടോ. അല്ല, റോഷനൊന്നും പറഞ്ഞില്ല. അനുവിന് ടോണിയോടുള്ള ഇഷ്ടം നമുക്ക് അവനോട് പറയണ്ടേ? വേണം, പക്ഷെ ഇപ്പോൾ വേണ്ട. സമയം വരുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. പാഴായി പോയെന്ന് എല്ലാവരും കരുതിയ ടോണിയുടെ ജീവിതം എനിക്ക് തിരിച്ചുപിടിക്കാൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പത്. ഇതുകൊണ്ടൊരു കളിയുണ്ട്. ആദ്യം അവളെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവളുടെ വായിൽ തന്നെ കേൾക്കണം എനിക്കിത്. അതിനവള് ബാംഗ്ലൂരിൽ എവിടെയാന്ന് ആർക്കും അറിയില്ല. അത് മാത്രമല്ല, അവളുടെ നമ്പറും കൂടി ആൻസർ ചെയ്യുന്നില്ല. ബാംഗ്ലൂരല്ലേ? പഴയ യാത്രകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരൊന്നും റോയ്ക്കൊരു ദൂരമേ അല്ല. അത് പറഞ്ഞപ്പോഴാ ഞാൻ എൻ്റെ സ്വാമിജിയെ കണ്ടിരുന്നു. ഞാനായിട്ട് വളരെ അടുപ്പുള്ളൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോന്ന മൂപ്പര് പറഞ്ഞേ. ആര്, ഞാനോ? അധികവും നീ തന്നെ ആയിരിക്കും. നിനക്കല്ലേ ഈ പുറപ്പെട്ടു പോണ പരിപാടിയില്ലേ? നീ ഇതുവരെ ആ സ്വാമിയെ വിട്ടുപിടിച്ചില്ലേ? അങ്ങേരുന്ന് വേറൊരു പ്രവചനം കൂടി പറഞ്ഞു. അനുന്ന് ടോണീനെ വിളിക്കുന്നു. അത് അയാൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. രണ്ടുപേരും തമ്മിൽ പ്രേമത്തിലാണെങ്കിലും പിണക്കത്തിലാണെങ്കിലും അവർ തമ്മിൽ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ല, അത് പറഞ്ഞപ്പോഴാ സാറയുടെ എന്താ അവസ്ഥ? ഹിഷാമ അവളെ ഇറക്കി കൊണ്ടാവാനുള്ള പരിപാടിയാ. അവൻ ആഞ്ഞു പിടിക്കുന്നുണ്ട്. കർത്താവേ, ഇനി ഞാൻ അതിനും തൂങ്ങേണ്ടി വരുമോ? അവരൊന്നിച്ച് പോകുന്നിടത്ത് റോയ്ച്ചൻ എന്തിനാ തൂങ്ങി പിടിച്ച് പോകുന്നേ? ദൈവമേ, ഇവനൊന്ന് വേഗം സിനിമയെ കയറ്റി ഒന്ന് രക്ഷപ്പെടുത്തണേ. പിന്നെ സിനിമയെ കണ്ടാൽ മതിയല്ലോ. താങ്ക്സ് റോയ്ച്ച, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. ഉർവശിപ്പട്ടം കൊണ്ടേ വരാവുന്നാണ് കൊളുത്തൂരൻ സാർ പറഞ്ഞിട്ടില്ലേ. ഒടുക്കം ഉർവശിന്റെ പട്ടിന്റെ പകരം നിന്റെ കൊളുത്തൂരൻ സാറിന്റെ തോർത്ത് തലേ കെട്ടി നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങാതിരുന്നാ കൊള്ളാം. ആരും കളിയാക്കൊന്നും വേണ്ട. മാക്സിമം ക്ലാസ് കളയാണ്ട് പഠിക്കുന്നുണ്ട് ഞാൻ. പഠിച്ചു പഠിച്ച് എനിക്ക് വലിയൊരു നടനാവണം. നോക്കിക്കോ, ആയി കാണിക്കും ഞാൻ. ഈ ആവും ആവും എന്ന് പറയാതെ ഒന്ന് ആയി കാണിക്ക്. ബാക്കിയുള്ളവർക്കൊരു സമാധാനം കിട്ടുമല്ലോ. റോയ്ച്ച എന്തേ